അനന്തപുരിയിൽ വലിയ പ്രതീക്ഷകളുമായി കയറി വന്ന അനാമിക ഓരോ ദിവസം കഴിയും തോറും വലിയ പ്രതിസന്ധികളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണല്ലോ. നയനയെയും നവ്യയെയും അവിടുന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ളതായിരുന്നു തൻ്റെ പ്രഥമമായ ഉദ്ദേശം. എന്നാൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചുകൊണ്ട് നയനയും നവ്യയും അവരുടെ ആധിപത്യം വീണ്ടും വീണ്ടും അനന്തപുരിയിൽ അരക്കെട്ടുറപ്പിച്ചിരിക്കുന്നു. ചതിപ്രയോഗവും തന്ത്രങ്ങളും മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങളും അതിനിടയിൽ മോഷണം ഉൾപ്പെടെയുള്ള പല മാർഗങ്ങളും പയറ്റി നോക്കിയിട്ടും കൃത്യമായി ലക്ഷ്യത്തിലെത്തുവാൻ അനാമികയ്ക്ക് ഇതുവരെയും കഴിഞ്ഞില്ല. അനാമിക പെരും കള്ളിയാണ് എന്നുള്ള വിവരം ദേവയാനിയും നയനയും നവ്യയും ആദർശമൊക്കെ തിരിച്ചറിഞ്ഞിട്ടും അനിയെ മാത്രം ഓർത്ത് അനിയുടെ കുടുംബജീവിതം തകർന്നു പോകരുത് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ മാക്സിമം എല്ലാവരും ഒതുങ്ങുകയാണ്. അനന്തപുരി തറവാട്ടിലെ ആണുങ്ങളുടെ ബലഹീനത നന്നായി മനസ്സിലാക്കിയ അനാമികയും കുടുംബവും അതിനനുസരിച്ച് തന്നെ ഓരോ ദിവസവും തന്ത്രപരമായി മുന്നേറുകയും ചെയ്യുന്നു. സത്യത്തിൽ അനാമിക അനന്തപുരിയിൽ തുടരുന്ന ഓരോ നിമിഷവും അനി വല്ലാത്ത വീർപ്പുമുട്ടലിലാണ്. അനാമികയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചിന്തിച്ച് തല പുകച്ചു നടക്കുകയാണ് അനി. എന്നാൽ അനിയെ എങ്ങനെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്താം, അനിയിൽ നിന്നും എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ കഴിയും, ഈ ചിന്തകളൊക്കെയായിട്ടാണ് വേണുവും രേവതിയും ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അനന്തപുരിയിൽ ഇപ്പോൾ കണ്ണുമടച്ച് അനാമികയെ വിശ്വസിക്കുന്ന ഒരൊറ്റയാൾ മാത്രമേ ഉള്ളൂ. അത് അനിയുടെ അമ്മ ജാനകി മാത്രമാണ്. എന്നാൽ ജാനകിയെ കൂടി അനാമികയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് വെളിപ്പെടുത്തുവാനുള്ള ഒരവസരം അനിയുടെ മുൻപിൽ വീണ് കിട്ടുകയാണ്. അത് വളരെ കൃത്യമായി അനി മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. അതേക്കുറിച്ചുള്ള ചില വിവരണങ്ങളാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും അനന്തപുരിയിലേക്ക് വരിക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ആ വീട്ടിൽ കലാപമുണ്ടാക്കുവാനും അവിടെ മോഷണം നടത്തുവാനും അങ്ങനെ പല കുത്തിത്തിരിപ്പുകൾ നടത്തുവാനും പല പദ്ധതികൾ വേണുവും രേവതിയും ചെയ്തതുകൊണ്ട് തന്നെ രണ്ടു വ്യക്തികളെയും മൂർത്തി സാർ നേരിട്ട് അനന്തപുരിയിലേക്ക് ഇനി കയറരുത് എന്ന് പറഞ്ഞ് വിലക്കിയിരിക്കുകയാണ്. എന്നാൽ മൂർത്തി സാറ് നല്ല മനസ്സുള്ള ഒരു മനുഷ്യനായതുകൊണ്ട്, മാന്യനായതുകൊണ്ട് വേണു അത് കൃത്യമായി മുതലാക്കുന്നുണ്ട്. വേണു മൂർത്തി സാറിനെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. സാറേ, എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും അബദ്ധങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്. അനന്തപുരിയിലേക്ക് വരുവാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എങ്കിലും ഞങ്ങളുടെ മകൾ അവിടെയാണല്ലോ സാറേ താമസിക്കുന്നത്. അനാമിക മോളെ അവിടെ ഒരു കുറവും കൂടാതെ പൊന്നുപോലെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അതിന് സാറിനോട് എങ്ങനെ നന്ദി പറയണം എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും സാറേ, ഞങ്ങൾ ജന്മം നൽകി വളർത്തിയ മകളല്ലേ, അവളെ ഒന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് സാർ ഈ കട്ടിയുള്ള തീരുമാനങ്ങളിൽ അങ്ങനെ ഉറച്ചു നിൽക്കരുത്. അനാമികയെ പിരിഞ്ഞ് ഞാനും അവളുടെ അമ്മയും ഒരു ദിവസം പോലും നിന്നിട്ടില്ല. അനന്തപുരിയിലേക്ക് ഞങ്ങളുടെ മകൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അവളെ പിരിഞ്ഞിരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് കൂടെ കൂടെ വന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ സാഹചര്യവശാൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു. അതുകൊണ്ട് സാർ അതിന് ഞങ്ങൾക്ക് മാപ്പ് തരണം. ഇനി അങ്ങനെയുള്ള വീഴ്ചകളൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അനന്തപുരിയിലുള്ള സാറിനും മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞാനും എൻ്റെ ഭാര്യയും ഇനിയും അവിടെ വന്ന് സംസാരിക്കുകയോ യാതൊരു കാര്യങ്ങളിലും ഇടപെടുകയോ ചെയ്യില്ല. ഒരച്ഛൻ്റെ അപേക്ഷയാണ് എന്ന് പരിഗണിച്ച് ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് അവിടെ വന്ന് ഞങ്ങളുടെ മോളെ കാണുവാൻ സാർ അവസരം തരണം. പറ്റില്ലെന്ന് ദയവ് ഇത് പറയരുത്. വേണുവിൻ്റെ ഈ സംസാരമെല്ലാം കേട്ടിട്ട് മൂർത്തി സാർ നല്ല കണക്കിന് അയാളെ ശകാരിക്കുന്നുണ്ട്. എങ്കിലും അയാളുടെ യാചനയും കരച്ചിലും ഒക്കെ കേട്ടിട്ട് മൂർത്തി സാർ തൻ്റെ തീരുമാനം മാറ്റുകയാണ്. അങ്ങനെ വേണുവും രേവതിയും വലിയ സന്തോഷത്തോടെ വീണ്ടും അനന്തപുരിയിലേക്ക് വരുവാൻ തയ്യാറാകുന്നു. പക്ഷേ ഇക്കുറിയും ഉടായിപ്പിനു വേണ്ടി തന്നെയാണ് അവരവിടേക്ക് വരുന്നത്. അവസാനത്തെ അടവ് പയറ്റുവാൻ വേണ്ടി രണ്ടാളും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും കൂടി അനന്തപുരിയിലേക്ക് എത്തി. ഈ സമയത്ത് ജാനകി വീടിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നുണ്ടായിരുന്നു. രേവതിയെയും വേണുവിനെയും കണ്ടപ്പോഴേക്കും വലിയ സന്തോഷത്തോടെ ജാനകി, ആഹാ, രണ്ടാളും എത്തിയോ, കുറേ ദിവസങ്ങളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ അനാമിക മോളും വല്ലാത്ത വിഷമത്തിലായിരുന്നു. വാ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂടി ജാനകി വീടിനുള്ളിലേക്ക് ആനയിക്കുകയാണ്. അകത്തേക്ക് കയറുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, എൻ്റെ ജാനകി, വേണുവേട്ടൻ രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തനിച്ചല്ലേ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ മോളുടെ ചിന്ത മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഏത് നിമിഷവും അവളെ കാണണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രം. പക്ഷേ അങ്ങനെ ഓടി വരാനും പറ്റില്ലല്ലോ. എങ്കിലും ഇന്നലെ ഞാൻ വേണുവേട്ടനോട് മോളെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ വേണുവേട്ടൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് അങ്ങ് സമ്മതിച്ചു. അങ്ങനെ എന്നെയും കൂട്ടി ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഉടനെ വേണു പറയുകയാണ്, ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ ജാനകി, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു വലിയ ആശ്വാസമായിരുന്നു. ഇപ്പോൾ എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം, അവളെപ്പോലെ തന്നെയാണ് ഞാനും. എനിക്കും ഇടയ്ക്കിടയ്ക്ക് മോളെ കണ്ടില്ലെങ്കിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. ഉടനെ ജാനകി പറയുകയാണ്, അതിനെന്താണ്, നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇവിടേക്ക് വരാമല്ലോ. ഞങ്ങൾക്കെല്ലാവർക്കും അത് വലിയ സന്തോഷവുമാണ്. ഉടനെ അനാമിക അച്ഛാ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ്. അനാമികയെ കണ്ടപ്പോഴേക്കും വേണു ചോദിക്കുകയാണ്, അയ്യോ മോളെ, നീ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ?
കഴിഞ്ഞ പ്രാവശ്യം നിന്നെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ പ്രസരിപ്പും പകിട്ടും ഒക്കെ അങ്ങ് പോയല്ലോ. എന്തു പറ്റി നിനക്ക്? എന്താ ജാനകി, ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉടനെ ജാനകി പറയുകയാണ്, മോൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവളങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ അനാമിക മോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. മോൾ ആവശ്യപ്പെടുന്നതൊക്കെ തന്നെയാണ് ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും. അപ്പോൾ രേവതി പറയുകയാണ്, ജാനകി, ഇവിടെ എല്ലാവർക്കും ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആയിരിക്കില്ലേ അവൾക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. അവൾക്ക് അവളുടേതായിട്ടുള്ള ചില ഭക്ഷണശീലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവളുടെ അമ്മയായി എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. പിന്നെ ഇത് അവൾ വന്നു കയറിയ വീടല്ലേ. ഇവിടെ വന്നിട്ട് അവളുടെ വീട്ടിലെ ശീലങ്ങളും ചിട്ടകളുമൊക്കെ അതുപോലെ തന്നെ നടത്തണമെന്ന് അവളുടെ അമ്മായിയമ്മയോട് പറയണ്ട എന്ന് കരുതിയായിരിക്കും മോള് മിണ്ടാതിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോഴേക്കും ജാനകിയുടെ മുഖമൊന്ന് വാടുന്നുണ്ട്. എന്നിട്ട് ജാനകി പറയുകയാണ്, ഈ വീട്ടിൽ ഭക്ഷണത്തിനൊന്നും ഒരിക്കലും ഒരു കുറവുമില്ല, അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ എനിക്കൊരു പെൺകുട്ടി ഇല്ലാത്തത് കൊണ്ട് ആ സ്ഥാനത്താണ് അനാമിക മോളെ ഞാൻ കാണുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഭക്ഷണകാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട്. മോള് ചോദിക്കുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. അതൊക്കെ എനിക്കറിയാം ജാനകി. എങ്കിലും അമ്മ എന്ന നിലയിൽ എനിക്കും ഉണ്ടാകില്ലേ ഉത്കണ്ഠയും ആദിയുമൊക്കെ. പിന്നെ ജാനകിയിലുള്ള ഒറ്റ വിശ്വാസത്താലാണ് മോളെ ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ അവളെ ഞങ്ങളുടെ കൂട്ടത്തിൽ മാത്രമേ നിർത്തുകയുള്ളായിരുന്നു. ഈ സമയത്ത് അജയൻ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അജയനെ കണ്ടപാടെ വേണു ചോദിക്കുകയാണ്, ആഹാ, അജയൻ ഇവിടെ ഉണ്ടായിരുന്നോ? അജയൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ, എന്തു പറ്റി? ഇല്ല, ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തിരിക്കുകയാണ്. ഓ, അത് കൊള്ളാം. എനിക്കൊക്കെ ബിസിനസ്സിൻ്റെ തിരക്കോടെ തിരക്കാണ്. ഒരു ദിവസം പോലും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുവാൻ പറ്റുന്നില്ല. അത്രമാത്രം തിരക്കിട്ട് ഓട്ടമാണ് വേണു. നിങ്ങളൊക്കെ ഒത്തിരി ഭാഗ്യം ചെയ്തവരാ. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ലീവ് എടുത്ത് വീട്ടിലിരിക്കണം എന്ന് തോന്നിയാൽ ഇരിക്കാം. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും വേണുവിനാകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വേണു അത് മറച്ചു വെച്ചുകൊണ്ട് പറയുക, അങ്ങനെയൊന്നും അല്ലെന്നേ, എനിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ചില ചികിത്സയുമൊക്കെ ആയിട്ട് ഒരാഴ്ച ഒന്ന് വിശ്രമിക്കാം എന്ന് കരുതിയതാണ്. അല്ലാതെ തിരക്കില്ലാത്തത് കൊണ്ടും തോന്നുന്ന സമയത്ത് വീട്ടിലിരിക്കാൻ സാഹചര്യമുള്ളത് കൊണ്ടും ഒന്നും അല്ല. അപ്പോൾ വേണു പറയുകയാണ്, അല്ല, അജയന് ശാരീരിക പ്രശ്നങ്ങളുള്ളതായിട്ട് അനാമിക മോൾ ഞങ്ങളോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കയ്യും വീശിയാണ്. അല്പം ഫ്രൂട്ട്സ് പോലും വാങ്ങാൻ കഴിഞ്ഞില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇവിടെയാണോ ഫ്രൂട്ട്സിന് പഞ്ഞം? ആവശ്യമുള്ളതെല്ലാം ഇവിടുത്തെ ഓരോരുത്തർ പോവുകയും വരികയും ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചു കൊണ്ടുവരും. അങ്ങനെയുള്ളിടത്തേക്ക് നിങ്ങൾ നീയും ഇതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അങ്ങനെ അല്ലല്ലോ അജയ എന്ന് വേണു പറയുമ്പോൾ പെട്ടെന്ന്, വേണുവേട്ടാ, നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ മോളുമായിട്ട് മുകളിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് രേവതി മുകളിലത്തെ നിലയിലേക്ക് അനാമികയ്ക്കൊപ്പം കയറിപ്പോവുകയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അധികം സമയമൊന്നും എടുക്കരുത് കേട്ടോ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് ചെല്ലേണ്ടതാണ്. ഈ വേണുവേട്ടൻ ഏത് സമയത്തും തിരക്കാണ്. തിരക്കൊഴിഞ്ഞിട്ടൊരു നേരവുമില്ല. എന്തായാലും ഇവിടേക്ക് വന്നതല്ലേ, ഞാൻ മോളുടെ കൂടെ ഒരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് രേവതി മുകളിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് അനാമികയും രേവതിയും തമ്മിൽ നടക്കുന്ന ചർച്ചകളാണ് കാണിക്കുന്നത്. അനിയും അനാമികയും തമ്മിൽ ഏതു നിമിഷവും കീരിയും പാമ്പുമായിട്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. യാതൊരു തരത്തിലുള്ള അടുപ്പവും അവരുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അനാമിക വീണ്ടും രേവതിയോട് പറയുമ്പോൾ രേവതി പറയുകയാണ്, എൻ്റെ മോളെ, വന്നു കയറിയ ദിവസം മുതൽ ഇത് തന്നെ കേട്ട് ഞാൻ മടുത്തു. നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല. നമ്മുടെ കുടുംബം സാധാരണ നിലയിൽ പോകുന്നൊരു കുടുംബവുമല്ല. നമ്മൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവരാണ്. ഒട്ടനവധി പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ മല്ലടിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അതിനുള്ളിൽ നിന്നും പുറത്തിറങ്ങുവാനുള്ള ഒരേ ഒരു പിടിവള്ളിയാണ് ഈ അനന്തപുരിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അതിനെ നീ വേണ്ട തരത്തിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കെന്ത് ചെയ്യാൻ കഴിയും? നയനയും ആദർശും കീരിയും പാമ്പും പോലെ ആയിരുന്നില്ലേ? പക്ഷെ ഇപ്പോഴെന്താ സംഭവിച്ചേ? അവരെ പോലെ സ്നേഹമുള്ളവർ വേറെ ഈ വീട്ടിൽ ആരുണ്ട്? അപ്പോൾ വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. പക്ഷേ നിനക്ക് നിന്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. നയനയുടെ സ്നേഹമാണ് ആദർശിനെ കീഴ്പ്പെടുത്തിയത്. അതുപോലെ അനി വലിയ മൂർഖനൊന്നുമല്ല. സ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെടാത്ത മനുഷ്യരുമില്ല. രേവതിയുടെ ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് അനാമികയ്ക്ക് ആകെ കൂടി പിന്നെയും ചൊറിച്ചിലെടുക്കുകയാണ്. അനാമിക പറയുന്ന, അമ്മേ, എനിക്ക് ഞാനാകാനേ പറ്റുള്ളൂ. ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അവൻ്റെ മുഖം കാണുമ്പോഴേ ഇപ്പോൾ എനിക്ക് പെരുവിരൽ മുതൽ തരിച്ചു കയറുവാൻ തുടങ്ങും. ഏതോ ഒരുത്തിയുടെ വാലിൽ തൂങ്ങി ഏത് സമയവും നടക്കുന്ന അവനെ ഞാൻ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാൻ സാധ്യതയുള്ള കാര്യമല്ല. ഈ സമയത്ത് അനി അവിടേക്ക് കടന്നു വരുന്നുണ്ട്. തൻ്റെ മുറിക്കുള്ളിൽ നടക്കുന്ന സംസാരം അനി പുറത്തു വെച്ച് കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയും മകളും എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയുവാൻ അല്പനിമിഷം അനി മുറിയിലേക്ക് കയറാതെ വാതിൽക്കൽ തന്നെ പതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, മോളെ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. നിനക്കൊരു കുഞ്ഞു ജനിക്കണം. എത്ര നാൾ ആൾക്കാരെ ഇങ്ങനെ കബളിപ്പിച്ച് നിനക്ക് ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് നിൻ്റെ വയറ്റിലായാൽ അതോടെ പ്രശ്നങ്ങളെല്ലാം തീരും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു തലമുറയ്ക്ക് നീ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അനന്തപുരിയിലെ സ്വത്തിൻ്റെ ഒരു ഭാഗം നിൻ്റെയും ആ കുഞ്ഞിൻ്റെയും പേരിലായിരിക്കും. അതിലൊന്നും നിന്നെ ഒഴിച്ചു വിടുവാൻ ആർക്കും കഴിയില്ല കുഞ്ഞെ. അങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുവാൻ കഴിയും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അതോടെ തീരും.
ഇത്രയും കേട്ടപ്പോഴേക്കും അനി വല്ലാതെ ഞെട്ടുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നു, ഈ സമയത്ത് തന്നെ ഇവിടേക്ക് വരുവാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ്. ഈശ്വരനായിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണിപ്പോൾ. എന്തായാലും അമ്മയും മകളും ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അമ്മയെ കൂടി ഒന്ന് കേൾപ്പിക്കണം. ഞാൻ എത്ര പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാത്ത അമ്മ ഇതൊക്കെ ഒന്ന് നേരിട്ട് കേട്ടിട്ട് അമ്മ തന്നെ തീരുമാനിക്കട്ടെ തുടർന്ന് എന്ത് ചെയ്യണമെന്ന്. എന്നിട്ട് അനി ശബ്ദമുണ്ടാക്കാതെ പെട്ടെന്ന് ജാനകിയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ജാനകിയോട് പറയുന്നു, അമ്മ പെട്ടെന്ന് എൻ്റെ കൂടെ ഒന്ന് വന്നേ. അമ്മ മനസ്സിലാക്കണമെന്ന് ഞാൻ നാളുകളായി ആഗ്രഹിക്കുകയും അമ്മയോട് പറയുകയും ചെയ്തിട്ടും അമ്മ ശ്രദ്ധിക്കാതെ നടക്കുന്ന ചില കാര്യങ്ങളില്ലേ, അതിനൊക്കെ ഇന്നൊരു അറുതി വന്നേ പറ്റുകയുള്ളൂ. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അനാമിക മോളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, നീ അവിടേക്കൊന്ന് ചെല്ല്, അങ്കിളുമായിട്ടൊന്ന് സംസാരിക്കാൻ നോക്ക്. അമ്മ ഒരു നിമിഷം ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, എൻ്റെ കൂടെ ഒന്ന് വാ. അമ്മ കേൾക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അതൊന്ന് കേൾക്ക്. ഇത് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈക്ക് പിടിച്ച് അനി വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അനി തൻ്റെ മുറിയുടെ അരികിലേക്ക് ജാനകിയെ കൊണ്ടുചെല്ലുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എടാ ചെറുക്ക, നീ നിൻ്റെ മുറിയിലേക്കാണോ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്? അവിടെ അനാമിക മോളുടെ അമ്മയും മോളും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അത് കേൾക്കാൻ ഞാൻ എന്തിനാണ് വെറുതെ വരുന്നത്? നാണക്കേടല്ലേ? അമ്മ തൽക്കാലം ഒന്നും മിണ്ടാതെ നിൽക്ക്. ഒരു 2 മിനിറ്റ് സമയം ഇവിടെ നിന്നുകൊണ്ട് അകത്ത് എന്തൊക്കെയാണ് അമ്മയും മോളും തമ്മിൽ ചർച്ച ചെയ്യുന്നത് എന്നൊന്ന് കേൾക്ക്. അയ്യേ എടാ, എന്തൊരു സ്വഭാവമാണിത്! മറ്റുള്ളവർ പറയുന്നതൊക്കെ ഒളിച്ചിരുന്ന് കേൾക്കുക എന്ന് പറയുന്നത് നാണക്കേടല്ലേ? എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, നീ വേറെ പണി നോക്ക്. ഇത് പറഞ്ഞ് ജാനകി തിരികെ നടക്കുവാൻ തുടങ്ങുകയാണ്. അപ്പോൾ അനി വീണ്ടും പറയുകയാണ്, അമ്മ പോകരുത്, ഞാൻ പറയുന്നത് അമ്മ കേൾക്കണം. അനി, നീ എന്നു മുതലാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്? നിന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്ക് എന്താണ് പറ്റിയത്? എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊന്നും. ഇത് നല്ല സ്വഭാവമല്ല. അമ്മ എൻ്റെ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്ക്. എന്നിട്ട് പറ, എൻ്റെ സ്വഭാവത്തിനാണോ പ്രശ്നം അതോ അവരുടെ സ്വഭാവത്തിനാണോ എന്ന്. ഇത് കേട്ടിട്ട് രേവതി ഒരു നിമിഷം മൗനമായിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അമ്മയും മകളും അകത്തെന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുവാൻ അല്പം കൂടി മുൻപിലേക്ക് നീങ്ങി വാതിലിനോട് ചേർന്ന് കാതോർക്കുകയാണ്. ഉടനെ രേവതിയുടെ ശബ്ദം കേൾക്കുന്നു. രേവതി പറയുകയാണ്, മോളെ, അവൻ നിൻ്റെ ഭർത്താവാണ്. പക്ഷേ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുക എന്നുള്ളത് ബുദ്ധിയുള്ള ഒരു ഭാര്യയുടെ കടമയാണ്. അതിനെന്ത് തന്ത്രവും ഉപയോഗിക്കാം. അങ്ങനെ അവനെ നിൻ്റെ അടിമയാക്കി നീ മാറ്റണം. നീ പറയുന്നതിനപ്പുറത്തേക്ക് അവൻ ചലിക്കരുത്, ചിന്തിക്കരുത്. അതാണ് വിവേകമുള്ള സ്ത്രീകളുടെ ലക്ഷണം. തൽക്കാലം ഇപ്പോൾ നമുക്ക് ആവശ്യം ഒരു കുഞ്ഞാണ്. നിങ്ങളുടെ ഈ പോക്ക് കണ്ടിട്ട് ഈ കാലഘട്ടത്തിലൊന്നും അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അമ്മയും അച്ഛനും കൂടി നടക്കുവാൻ സാധ്യതയുള്ള ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഉടനെ അനാമിക ചോദിക്കുകയാണ്, അച്ഛനും അമ്മയും കൂടി കുറേ നാളുകളായിട്ട് പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ദുരിതം അനുഭവിക്കുന്നത് ഞാനാണ്. ഇനിയിപ്പോൾ എന്താണ് എന്നെ കൊടുക്കുവാനുള്ള അടുത്ത പ്ലാൻ? എൻ്റെ മോളെ നിന്നെ കൊടുക്കുവാനൊന്നുമല്ല, നീ ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കാൻ തയ്യാറാകുക. അമ്മ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ബാഗിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പുറത്തേക്ക് എടുക്കുകയാണ്. തുടർന്ന് അത് തുറന്ന് അനാമികയെ കാണിച്ചിട്ട് പറയുകയാണ്, ഇത് വളരെ അത്ഭുത ശക്തിയുള്ളൊരു പൊടിയാണ്. നീ ഇത് അനിക്ക് കൊടുക്കണം. അവന് പാല് കുടിക്കാൻ കൊടുക്കുമ്പോൾ അതിനുള്ളിലേക്ക് ഓരോ സ്പൂൺ വീതം കലക്കി കൊടുത്താൽ മതി. ഇങ്ങനെയൊരു സാധനം ഇതിനകത്ത് കലക്കിയിട്ടുണ്ട് എന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഇതിന് രുചി വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇതവൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരും. അവന് നിന്നോട് താല്പര്യം തോന്നും. അവനെ നിന്നിലേക്ക് വശീകരിക്കുവാനുള്ള ഒരത്ഭുത ശക്തി ഈ സാധനത്തിലുണ്ട്. പിന്നെ ഇത് മറ്റാരുടെയും ഉള്ളിൽ പോകാതെ സൂക്ഷിക്കേണ്ടത് നിൻ്റെ ബുദ്ധിയാണ്. നീ അത് കാര്യമായി സൂക്ഷിക്കണം. മുൻപൊരിക്കൽ ആ നവ്യയുടെ കൊച്ചിനെ കൊല്ലുവാൻ ഇതുപോലൊരു പൊടി നമ്മൾ കലക്കിയതാണ്. ഒടുവിൽ അത് കുടിച്ചത് നിൻ്റെ വലിയമ്മ. അതോടുകൂടി അവർ മരണത്തിൻ്റെ വക്കുവരെയോളം എത്തി. എന്തായാലും ആരുടെയോ ഭാഗ്യം കൊണ്ട് അവരിപ്പോൾ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാതെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പാലിൽ കലക്കി നീ അനിക്ക് കൊടുക്കണം. ഇതവൻ്റെ ഉള്ളിലെത്തിയാൽ പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചിരിക്കും. ഇത് വശീകരണ പൊടിയാണ്. ഇതിൽ നീ വിജയിച്ചാൽ നമ്മൾ നേടി. പിന്നെ അനന്തപുരിയിൽ നിന്ന് നിന്നെ പടിയിറക്കി വിടുവാൻ ഒരാൾക്കും കഴിയില്ല. നിയമപരമായി നിനക്കൊരവകാശം ഇവിടെ ലഭിക്കുകയാണ് ഈ ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിലൂടെ. അതുകൊണ്ട് മോൾ ഉത്സാഹത്തോടു കൂടി ഇരിക്കുക. കാര്യങ്ങളെല്ലാം നേരെയാവും. ഈ പദ്ധതി വിജയിപ്പിക്കുക എന്നുള്ളത് 100% മോളുടെ കയ്യിൽ മാത്രമുള്ള കാര്യമാണ്. ഇത് നടന്നു കിട്ടിയാൽ പിന്നെ നമ്മുടെ കോടികളുടെ കടവും ബാധ്യതയും ഒന്നും നമുക്കൊരു പ്രശ്നമാവില്ല. ഇതോടെ നമ്മൾ രക്ഷപ്പെടും. അവൻ്റെ ഒരു കുഞ്ഞിനെ നീ പ്രസവിച്ചേ തീരൂ മോളെ. ഇതൊക്കെ കേട്ടിട്ട് അനാമിക പറയുകയാണ്, പല പരിപാടികളും പരീക്ഷിച്ച് പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ ഈ പൊടിയിൽ കൂടി അത് നടക്കുമെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. നോക്കാം, പൊടിയെങ്കിൽ പൊടി. ഈ സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ട് അടിയേറ്റതുപോലെ പകച്ചു നിൽക്കുകയാണ് ജാനകി വാതിലിന് പുറത്ത്. അനിയോട് എന്തു മറുപടി പറയണമെന്നറിയാതെ ജാനകി ചിന്തയിലേക്ക് ആഴ്ന്നു പോവുകയാണ്. ഈശ്വര, പാമ്പിൻ്റെ കുഞ്ഞിനാണല്ലോ ഞാൻ ഇത്രയും നാളും പാല് കൊടുത്തത്.
ഇത്രമാത്രം ഞാൻ സ്നേഹിച്ച എൻ്റെ മരുമകൾ ഈ വീട്ടിലെ എല്ലാവരെയും ചതിക്കുകയായിരുന്നുവെന്ന് അനി ഉൾപ്പെടെ പലരും പലയാവർത്തി പറഞ്ഞിട്ടും ഞാൻ അതിനൊന്നും ഒരു വിലയും കൊടുത്തില്ല. ഈ സമയത്ത് ജാനകിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ വീണ്ടും അകത്തുനിന്ന് അടുത്ത ശബ്ദം പുറത്തേക്ക് വരികയാണ്. മോളെ, അനന്തപുരിയിലെ ആൾക്കാർക്ക് 100 ചെവിയാണ്. നമ്മളിവിടെ ഇരുന്നു കൊണ്ട് പറയുന്നത് പലയിടത്തും എത്തും. അതുകൊണ്ട് പെട്ടെന്ന് താഴേക്ക് പോകാം, ഇല്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ച് ഇവിടേക്ക് വരും. അപ്പോൾ അനാമിക, അതേ അമ്മേ, ശരിയാണ്, ഇവിടുത്തെ തൂണുകൾക്ക് പോലും ചെവിയുണ്ട്. മാത്രവുമല്ല, എൻ്റെ അമ്മായിയമ്മയുണ്ടല്ലോ, ആ തള്ള കൂടെ കൂടെ എന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ജാനകിയെ തള്ള എന്ന് അനാമിക സംബോധന ചെയ്യുന്നത് കൂടി കേട്ടപ്പോഴേക്കും ജാനകി വല്ലാതങ്ങ് തളർന്നുപോയി. പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ വീണ്ടും രേവതി പറയുകയാണ്, മോളെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ നീക്കണം. ഇതിൽ നീ വിജയിച്ചാൽ പിന്നെ ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും നിന്റെ കാൽ കീഴിൽ വരും. അനാമികയും രേവതിയും പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ അനി ജാനകിയെ കൈകൊണ്ട് വേഗത്തിൽ പിടിച്ച് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് ഒഴിഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് രേവതിയും അനാമികയും പുറത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് ജാനകി അങ്ങനെ വിതുമ്പി കരയുകയാണ്. ഇത് കണ്ടുകൊണ്ട് അനി പറയുന്നുണ്ട്, അമ്മ കരയുകയൊന്നും വേണ്ട, ഇതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായ കാര്യങ്ങളാണ്. അവൾക്ക് എന്നോടെന്നല്ല ഈ വീട്ടിൽ ആരോടും ഒരു തരിമ്പ് പോലും സ്നേഹമില്ല. അവൾക്ക് ആവശ്യം അനന്തപുരിയിലെ സ്വത്ത് മാത്രമായിരുന്നു. ഇത് ഞാൻ അമ്മയോട് പല ആവർത്തി പറഞ്ഞിട്ടും അമ്മ അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ജാനകി പറയുകയാണ്, മോനെ അനി, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഞാൻ സ്വന്തം മകളെപ്പോലെ ചേർത്ത് പിടിച്ച അനാമിക ഇത്ര നന്ദി കെട്ടവളായിരുന്നോ? എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മേ, അമ്മ വിശ്വസിച്ചേ പറ്റൂ. ഈ പെൺകുട്ടി ഈ വീട്ടിൽ വന്നു കയറിയതിനു ശേഷം ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഇവൾ കാരണമല്ലേ അമ്മ പാവം നയനേടത്തിയെ വെറുക്കുകയും അവരുടെ ശത്രുവാവുകയും ചെയ്തത്. ഈ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മ ഇപ്പോൾ വെറുപ്പോടുകൂടിയാണ് നോക്കുകയും കാണുകയും ചെയ്യുന്നത്. ഇവളാണ് അതിൻ്റെ കാരണം. നന്ദുവിനെ ഞാൻ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അമ്മ എത്ര ക്രൂരമായിട്ടാണ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഒടുവിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തിയെ എൻ്റെ തലയിൽ നിർബന്ധിച്ച് അമ്മ കെട്ടിവെച്ചു. ഒരു വിധത്തിൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അവളെ കെട്ടിയെന്ന് പറയുന്നതാവും ശരി. മോനെ അനി, അമ്മയ്ക്ക് തെറ്റുപറ്റി. എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. അമ്മേ, നയനേടത്തി ഒരു പാവമാണ്, അതുപോലെ തന്നെ നന്ദുവും. അവൾക്കെന്നെ ജീവനായിരുന്നു. എനിക്ക് അവളോടും സ്നേഹമായിരുന്നു. പക്ഷേ അമ്മ എന്നെ മനസ്സിലാക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് നന്ദു ഈ വീട്ടിലേക്ക് വരരുത് എന്ന് നയനേടത്തി ശാഠ്യം പിടിച്ചത്. ഇപ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടല്ലോ. ഇനിയിപ്പോൾ എന്തു വേണമെന്ന് അമ്മ തന്നെ തീരുമാനിക്കേ. എന്തായാലും അമ്മയുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. ഇങ്ങനെ തന്നെ പോകണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. അല്ല, അതിനപ്പുറം അമ്മയ്ക്ക് എന്തെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ അമ്മ അതെന്നോട് തുറന്നു പറയണം. അനിയുടെ ഈ വാക്കുകൾക്ക് എന്തു മറുപടി പറയണമെന്നറിയാതെ ജാനകി അങ്ങനെ സ്തബ്ധയായി നിൽക്കുകയാണ് ഒരു നിമിഷം. തുടർന്ന് ജാനകി തൻ്റെ മനസ്സിൽ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിക്കുകയാണ്. അനന്തപുരിയിലേക്ക് മരുമകളായി കയറി വന്ന് തന്നെയും തൻ്റെ മകനെയും വിദഗ്ധമായി വഞ്ചിച്ച് ഈ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിച്ച് ഈ വീട്ടിലുള്ള എല്ലാവരെയും പല തട്ടിലാക്കിയ ഇവളെ ഇനി ഞാനിവിടെ വെച്ചു വാഴിക്കില്ല. ഈ ജാനകി ആരാണെന്ന് അനാമിക അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ തീരുമാനത്തോടുകൂടി ജാനകി തൻ്റെ മുറിക്കുള്ളിലേക്ക് കയറി കഥ കടക്കുകയാണ്. അതെ, സത്യങ്ങൾ ജാനകിയും തിരിച്ചറിയുന്നതോടെ അനാമിക പൂർണ്ണമായി ഒറ്റപ്പെടുകയും അനാമികയുടെയും രേവതിയുടെയും വേണുവിൻ്റെയും എല്ലാ തന്ത്രങ്ങളും തകർന്നു വീഴുകയും ചെയ്യുന്നു. ഇനി എന്തായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത്? വരുവാൻ പോകുന്ന ആ കാഴ്ചകൾക്കായി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. ഗുഡ് ബൈ.